നമസ്കാരം. മമ്മൂട്ടി ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാ വർഷവും ഈ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ എല്ലാ വർഷവും ഈ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആന മറയ്ക്കുന്ന അല്ലെങ്കിൽ മല മറയ്ക്കുന്ന സംഭവമൊന്നുമല്ല. ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത നടൻ ആരായിരുന്നു എന്നുള്ളതാണ്. അത് ഓരോ വർഷവും നമ്മൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത റിപ്പോർട്ടല്ല പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത മലയാളികളുടെ റിപ്പോർട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. രണ്ടാം സ്ഥാനത്താണ് മോഹൻലാൽ നിൽക്കുന്നത്. മോഹൻലാലിന് ശേഷം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ദുൽഖർ സൽമാനാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പേര് തന്നെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഒന്നാം സ്ഥാനം 1, 2, 3 നിൽക്കുന്നത്. മൂന്നാം സ്ഥാനം സ്ഥിരമായിട്ട് ആർക്കും വിട്ടുകൊടുക്കാതെ ദുൽഖർ സൽമാൻ തന്നെ നിൽക്കുന്നുണ്ട്. 1-2 സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാറുണ്ട്. അത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം മോഹൻലാലായിരുന്നു ഒന്നാം സ്ഥാനത്ത്, മമ്മൂട്ടി രണ്ടാം സ്ഥാനത്തായിരുന്നു, ദുൽഖർ സൽമാൻ മൂന്നാമതായിരുന്നു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം മറ്റോ ദുൽഖറിന് മുകളിൽ പൃഥ്വിരാജ് കയറി വന്നത് കാണാൻ സാധിച്ചു. ആ ഒരൊറ്റ വർഷം മാത്രമാണ് ദുൽഖറിന്റെ പേരിന് മുകളിൽ വേറൊരാളുടെ പേര് കണ്ടതായിട്ട് ഓർക്കുന്നത്. ഫഹദ് ഫാസിലിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല താരങ്ങളെയും, അതായത് കേരളത്തിന് പുറത്ത് വലിയ ആരാധകരുള്ള അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള ഒരു നടന്റെ പേര് പോലും ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിന് പുറത്ത് മലയാള സിനിമാ നടന്മാരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ ഓർമ്മയിൽ വരുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേര് തന്നെയാണ്. പിന്നെ ഒന്നുകൂടെ ആലോചിച്ച് കഴിയുമ്പോൾ ദുൽഖറിന്റെ പേരും കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുക. ബാക്കി ആരുടെയും പോലും, അതായത് ഇപ്പൊ പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്. ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ വലിയ രീതിയിൽ ആരാധകരുള്ള നടനാണ്. പക്ഷെ ഇവർക്കൊന്നും ഈ പറഞ്ഞ ലിസ്റ്റിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. അത് എഴുതാതെ ഇരിക്കരുത്. നന്ദി, നമസ്കാരം.